ഹലോ ഗായ്സ്, വെൽക്കം ടു ആ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങൾ കോടനാട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 12 ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ക്ലൈമറ്റ് ആകെ മൂടിയായിട്ട് നിൽക്കുകയാണ്. എന്ന് ഞങ്ങൾ കോടനാട് വിസിറ്റ് ചെയ്യുന്നു അന്നെല്ലാം മഴയോ ഇല്ലെങ്കിൽ മിസ്റ്റ് ആയിരിക്കും. ഒരു ദിവസം ഞങ്ങളിങ്ങനെ പ്ലാൻ ഇട്ടതായിരുന്നു, പക്ഷേ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കാണാൻ പറ്റിയില്ല വ്യൂ പോയിന്റ്. ഞങ്ങൾ തിരിച്ചു പോന്നു. ഇന്നും ആകെ ഒരു മഴ ക്ലൈമറ്റ് ആണ്. എന്തായാലും ഇച്ചായൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാം, കാണാൻ പറ്റുമെങ്കിൽ കാണാമെന്ന് ഇച്ചായൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ക്ലൈമറ്റിൻ്റെ കാര്യവും വ്യൂ പോയിന്റ് കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചിന്തിച്ച് പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു കാര്യം കണ്ടത്. തോടാട് ഒരു ടെമ്പിൾ കണ്ടത്. എന്ത് ഭംഗിയാണെന്നറിയോ അത് കാണാൻ. അങ്ങനെ നമുക്ക് ഇത് ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല, എന്താ ഫുള്ള് ഫെൻസായിട്ട് കവർ ചെയ്തിരിക്കുവാണ്. നമുക്ക് ദൂരെ നിന്ന് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, അകത്തേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവിടുന്ന് വണ്ടി വിട്ടു. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ക്യാബേജിൻ്റെ തോട്ടം കണ്ടത്. അവരവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരാളോട് ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചായും ചോദിച്ചു. ഇത് 2 മാസത്തിൻ്റെ വളർച്ചയാണ്. 3-ാമത്തെ മാസം അടുത്ത മാസം അവർ ഇത് പറിക്കും, എന്നിട്ടത് സെയിൽ ചെയ്യും. പിന്നെ അടുത്ത കൃഷി അവർ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അവിടെ ആണെങ്കിൽ പർപ്പിൾ കളറിൻ്റെ ക്യാബേജിൻ്റെ കൃഷിയുണ്ട്, അത് കുറച്ച് കുറവാണ്. കൂടുതലും ഈ ഗ്രീൻ കളറാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ജയലളിത കോടനാട് എസ്റ്റേറ്റിലേക്ക് എത്തി. എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. തേയിലത്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഓരോ പോയിന്റിൽ ഓരോ ഗേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഗേറ്റിലാണെങ്കിൽ ഗേറ്റ് 1 ഗേറ്റ് 2 എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടുതൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പോയില്ല. റെസ്ട്രിക്ഷൻ ആണോ എന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് അതിനെ ഫോക്കസ് ചെയ്യാൻ പോയില്ല. In sin so long, all the fields are gone. Fella stopped me on the street last night, said everything's alright. Roller coaster, make it through the day, I'm right. It seems your meal ticket is gone, but life goes on. I could never imagine something better. Yeah, right. Now you're cooking on high heat in the middle of the street. ഇനി ഞങ്ങൾ കുറച്ച് ദൂരം കൂടി ഉള്ളൂ കോടനാട് വ്യൂ പോയിന്റ് എത്താൻ. സോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ചായ കുടിക്കാമെന്ന്. ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ എന്തോ ഒരു ഭംഗിയായിരുന്നെന്നറിയോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചായ ഓർഡർ കൊടുത്തു. എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പം അവരുടെ കയ്യിൽ ബ്രെഡ് ആൻഡ് ഓംലേറ്റ് നൂഡിൽസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓംലേറ്റ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നൂഡിൽസാണ് പറഞ്ഞത്. അങ്ങനെ എബിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഈ ടീ സ്റ്റോളിലെ സ്നാക്സും ചോക്ലേറ്റ്സും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. അങ്ങനെ ഞങ്ങളൊരു മലയാളി ഫാമിലീനെ പരിചയപ്പെട്ടു. അവർ പാലക്കാട് നിന്നാണ് വരുന്നത്. അവർ ഊട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവരാണെങ്കിൽ കൈ നീട്ടിയപ്പോഴത്തേക്ക് ഇച്ചൂട്ടനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ചാടിപ്പോയി. അവന് ഒരു പരിചയക്കുറവില്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ അവൻ്റെ ലാംഗ്വേജിൽ അവരോട് എന്തൊക്കെയോ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചായ വന്നു. ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നൂഡിൽസ് അങ്ങോട്ട് വലിയൊരു എയിമില്ലായിരുന്നു. എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഇച്ചാനും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചപ്പോഴാണ് ഇച്ചൂട്ടനാണെങ്കിൽ തീരെ ഞങ്ങളുടെ അടുത്ത് വരുന്നില്ലായിരുന്നു. അവൻ അവരുടെ കൂടെയും പോകണമായിരുന്നു, ഞങ്ങളുടെ കൂടെയും വരണമെന്ന് 2 മനസ്സോടെ അവൻ നിൽക്കുകയായിരുന്നു. എന്തായാലും ബായ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇച്ചൂട്ടൻ ചാടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇനിയിപ്പോൾ ക്ലൈമറ്റ് മാറുന്നതിന് മുന്നേ കോടനാട് വ്യൂ പോയിന്റ് കാണാൻ പോകണം. അങ്ങനെ ഞങ്ങൾ കോടനാട് വ്യൂ പോയിന്റ് എത്തി. ഇതാണ് പാർക്കിംഗ് ഏരിയ. നമ്പേഴ്സ് ഓഫ് വെഹിക്കിൾസ് ആണെങ്കിൽ പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി. ഇനി ഞങ്ങൾ വാച്ച് ടവറിൽ കാണാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറി. നല്ലൊരു വ്യൂ ആയിരുന്നു കാണാൻ. അതിൻ്റെ കൂടെ നല്ലൊരു ക്ലൈമറ്റും ആയതുകൊണ്ട് മിസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ അവിടെ ഒരു വാട്ടർഫോളും ഉണ്ട്. അവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റായിരുന്നു. ഇടയ്ക്ക് എബിക്കുട്ടൻ പറഞ്ഞു മമ്മ എനിക്ക് തണുക്കുന്നു എന്ന്. ഈ വാച്ച് ടവറിൻ്റെ മുകളിലാണെങ്കിൽ ടീ പെറ്റൽസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശരി, ഞങ്ങൾ അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് ടോയ്സ് കണ്ടു. അത് എബിക്കുട്ടൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഭയങ്കര വാശി പിടിക്കാൻ തുടങ്ങി. ഇച്ചായൻ പിന്നെ ഒന്നും നോക്കിയില്ല, എബിക്കുട്ടനെ എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇതല്ലട്ടോ വ്യൂ പോയിന്റ്. ഇനിയും താഴോട്ട് നടന്നു പോകണം വേറെ വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാൻ. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ മങ്കീസിനെ ഒന്നും അത്രയും ഞാൻ കണ്ടില്ല. ഇല്ലെങ്കിൽ എല്ലാ വ്യൂ പോയിന്റിലും മങ്കീസ് കാണാറുണ്ടല്ലോ, ഇവിടെ അങ്ങനെയൊന്നും കണ്ടില്ല.
അങ്ങനെ ഫൈനലി ഞങ്ങൾ കോടനാട് വ്യൂ പോയിന്റ് കണ്ടു. എന്തായാലും ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കോടനാട് വ്യൂ പോയിന്റ് കാണാൻ പറ്റി. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ വ്യൂ പോയിന്റ് കാണാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ ഷൂട്ട് ചെയ്തു. ഇവിടെയാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റിൽ നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് കയറും തോറും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇച്ചായനോട് ഞാൻ പറഞ്ഞു, ഇച്ചായ ഫോൺ പിടിച്ചോ, എനിക്ക് ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. എന്താ എനിക്ക് ഹൈറ്റ് പണ്ടേ ഒരു ഇഷ്യൂ തന്നെയാണ്, എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളൊരു സ്പോട്ട് കണ്ടു വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് വേണം കുട്ടികൾക്ക് ആദ്യം ഫുഡ് കൊടുക്കാൻ. ചുട്ടിനും എബിക്കുട്ടനും ഭയങ്കര ടയേർഡായി, അവർ ഭയങ്കര വിശന്നു. ഇടയ്ക്കിടയ്ക്ക് എബിക്കുട്ടൻ പറയുന്നുണ്ട്, മമ്മ ഡാഡ ഐ എം വെരി ഹംഗ്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഫുഡ് കഴിക്കുമ്പോഴേക്കും നമുക്കൊരു റിലീഫ് തന്നെയാണ്. ഇച്ചൂട്ടനാണെങ്കിൽ ഈ സീനറിയൊക്കെ കണ്ട് കഴിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അവനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. അതുകൊണ്ട് ഇച്ചായൻ അവനെ താഴെ ഇറക്കി വിട്ടു. ഇവിടെ പിന്നെ അത്രയും വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് റിസ്ക് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇച്ചായൻ അവനെ ഇറക്കി താഴെ വിട്ടു. അവൻ ഭയങ്കര എൻജോയ് ആയിട്ട് അവൻ നടക്കുകയായിരുന്നു. അങ്ങനെ കുട്ടികൾക്കും ഫുഡ് കൊടുത്തു, ഞങ്ങളും ഫുഡ് കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ക്ലൈമറ്റ് ആകെ മാറിയിരിക്കുകയാണ്, കംപ്ലീറ്റ് മിസ്റ്റ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വ്യൂസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഞങ്ങൾ വ്യൂ പോയിന്റ് കാണാൻ പോയപ്പം ഞങ്ങൾക്ക് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാം കാണാൻ പറ്റി, ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. ഞാൻ നോക്കിയപ്പം ഒരു ബൈസൺ അവിടെ നിൽക്കുന്നു. പക്ഷേ നോക്കിയപ്പോൾ ഒരു ബൈസണൊന്നും അല്ല, അവിടെ ഒരു 5 ബൈസൺ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ചായ കുടിക്കാനാണ് വന്നത്. പക്ഷേ ചായക്ക് പകരം ഞങ്ങൾ ചോളമാണ് ഓർഡർ കൊടുത്തത്. ഇച്ചായനാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തായിരുന്നു. ഭയങ്കര സ്പൈസി ആയിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി. ഞങ്ങൾ എപ്പോൾ ഊട്ടി വന്നാലും അയ്യങ്കാർ ബേക്കറിയിൽ നിന്നാണെങ്കിൽ ഹണി ബൺ സ്നാക്ക് ട്രൈ ചെയ്യാതെ ഞങ്ങൾ പോവാറേ ഇല്ല. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഈ സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേറെ ബേക്കറിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ അയ്യങ്കാർ ബേക്കറിയിലാണ് ഞാൻ ഈ കൂടുതലും കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.